അപ്പൊ നിങ്ങൾ നിസ്കരിക്കാതെ നടന്ന അല്ല ഒരു ശിക്ഷ ഇറക്കൂല, കള്ളു കുടിച്ചോണ്ട് നടന്ന ഒരു ശിക്ഷയും അല്ല ഇറക്കൂല, ഇസ്ലാമിനെ കുറ്റം പറഞ്ഞു നടന്നാൽ ഒരു ശിക്ഷയും ഒരു പോറല് പോലും നിനക്ക് അല്ലാഹു നൽകില്ല കേട്ടോ. അങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവനവൻ ചെയ്യുന്ന തെറ്റുകൾക്ക് ഉടനടി ശിക്ഷ തരാൻ നിന്നാൽ ഈ ഭൂമിയുടെ മുകളിൽ ഒരു മൃഗം പോലും കാണില്ല. ഖുർആനാണ്. കാണുമോ? നമ്മൾ ചെയ്യുന്ന തെറ്റിനനുസരിച്ച് അതിനാനുപാതികമായി അല്ലാഹ് ഉടനെ ശിക്ഷിക്കാൻ തുടങ്ങിയാൽ ഈ ഭൂമിയുടെ മുകളിൽ ഒരു മൃഗം പോലും കാണൂല. കാരണം ഇന്ന് മൃഗങ്ങൾ ചെയ്യുന്നതിന്റെ പ്രവൃത്തി കണ്ടില്ലേ? അവന്റെ ആ മൃഗങ്ങൾ തന്നെ എത്ര തെറ്റാ ചെയ്യുന്ന ദിവസം തോറും. അപ്പൊ അതിനെ അല്ലാഹ് കൊല്ലേണ്ടി വരും. മനുഷ്യൻ ചെയ്യുന്ന തെറ്റിന് അവനെ അല്ലാഹ് കൊല്ലേണ്ടി വരും. അതുകൊണ്ട് ഒരുത്തനൊരു തെറ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നശിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ഒരു പെണ്ണ് ഒളിച്ചോടി പോയി കാഫിറത്തായി ജീവിക്കുന്നു എന്നതുകൊണ്ട് അവളെ നശിപ്പിക്കുമെന്ന് കരുതണ്ട. വഹുവ ഫിൽ ആഖിറ മിനൽ ഖാസിരീൻ. നാളെ പരലോകത്തിൽ അവർ തീരാ നഷ്ടത്തിലാണ്. അവിടെ മറ്റാരുമില്ല. അള്ളാഹുവിന്റെ ചോദ്യമാണ് അവിടെ ഗർഭാപ്പസി എന്നോ, അവിടെ ഭരണകൂടമെന്നോ, അവിടെ വലിയ പാർലമെന്റ് എന്നോ, അവിടെ NRC എന്നോ അങ്ങനെയൊന്നുമല്ല ആ ലോകം കേട്ടോ. പടച്ചവന്റെ ഒരു ചോദ്യമുണ്ട് എല്ലാവരോടുമായി. ലിമനിൽ മുൽക്കുൽ ഐനൽ ജബാബിറ ഐനൽ അകാസിറ ഐനൽ കയാസിറ. എവിടെ നാട് ഭരിച്ച രാജാക്കന്മാരെവിടെ? നാട് ഭരിച്ച കിരീടാവകാശികൾ എവിടെ? നാട്ടിലെ ഓരോ സുൽത്താൻമാരെവിടെ? അടക്കി വാണിരുന്നവരെ എവിടെ? അവരൊന്ന് എഴുന്നേറ്റ് മുന്നോട്ട് വരണേ. ലിമനിൽ മുൽക്കുൽ യൗം. ഇന്നത്തെ അധികാരം ആരുടെ കൈകളിലാ? അവരൊന്ന് എഴുന്നേറ്റ് വരണേ. നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദിക്കുകയാണ്. ആർക്കും മറുപടിയേ ഇല്ല. അവസാനം അവൻ തന്നെ മറുപടി പറയുകയാ. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. പടച്ച തമ്പുരാനല്ലാതെ ഒരാൾക്ക് പോലും നാളെ അനങ്ങാൻ ചലിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പരിശുദ്ധമായ ദീനിനെ വിറ്റിട്ട്, പരിശുദ്ധമായ ശരീഅത്തിനെ തെറി പറഞ്ഞിട്ട്, പരിശുദ്ധമായ ഇസ്ലാമിക ദീനിനെ അവഗണിച്ചിട്ട് മറ്റൊരു മതത്തിന്റെ ആശയ ആദർശത്തെ ആര് അംഗീകരിക്കാൻ പോകുന്നുവോ അവർക്ക് ദുനിയാവിൽ ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അവർക്ക് ആഖിറത്തിൽ തീരാ നഷ്ടമാണ്. ദുനിയാവിൽ പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നം ഉണ്ടാവില്ല. തസ്ലിമാ നസീറിന് വല്ല പ്രശ്നം ഉണ്ടോ? സൽമാൻ റുഷ്ദിക്ക് വല്ല പ്രശ്നം ഉണ്ടോ? അതുപോലെ എത്രയോ പേര് ഇസ്ലാമിനെ കളവ് പറഞ്ഞിട്ട് പോയി. വല്ല കുഴപ്പമുണ്ടോ? ഈ ദുനിയാവ് അല്ലാഹ് അവർക്ക് കൊടുത്തിരിക്കുകയാണ്. നിനക്ക് എന്തുവാകാം? ആഖിറത്തിലേക്ക് നീ വാ. അവിടെ ഞാനാണ്, അല്ലാഹുവാണ് അവിടുത്തെ തീരുമാനം. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. അവിടെ ഒരാൾക്ക് ചലിക്കാൻ കഴിയൂല. അവിടെയാണ് വേണ്ടത്. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ വഅള്. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അൽ ഫലാഹ് യുവജന ഫെഡറേഷന്റെ ഈ പ്രവർത്തനം. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ദുആ. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നമസ്കാരം. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നോമ്പ്. അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വതഖ. ദുനിയാവിനല്ല കേട്ടോ, ദുനിയാവിനല്ല. നമ്മൾ ആഖിറം വിശ്വസിക്കുന്നവരാണ്. ഈ ഇരിക്കുന്ന ഖൗമ് നമ്മൾ മറ്റൊരു ലോകത്തെ വിശ്വസിക്കുന്നവരാണ്. ബാക്കിയുള്ളവർ ഈ ലോകം കൊണ്ടല്ല തീരുമെന്ന് വിശ്വസിക്കുന്നവരാണ്. നമ്മൾ അങ്ങനെയല്ല, തീരുന്നില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമ്മുടെ കരുനാഗപ്പള്ളി തെക്കപ്പള്ളിയുടെ ഖബർസ്ഥാനിൽ നമ്മുടെ മയ്യത്ത് കൊണ്ടുവച്ച് നമ്മൾ അവിടെ നിന്ന് ഒരു 7 ചുവട്ടടി ഇങ്ങോട്ട് മാറുമ്പോ അവിടെ മുതൽ അവന്റെ റൂഹിനെ മടക്കപ്പെടും. അവിടെ മുതൽ അവന്റെ ജീവിതം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതല്ലാതെ ഈ ദുനിയാവിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇവിടെ പിരിക്കുന്നത്. ദുനിയാവിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇബാദത്ത് എടുക്കുന്നത്. ദുനിയാവ് അല്ലാഹു എല്ലാവർക്കും കൊടുക്കും. അദാനിക്ക് കൊടുത്തു, അംബാനിക്ക് കൊടുത്തു, യൂസുഫ് അലിക്ക് കൊടുത്തു, ലോകത്ത് എത്ര വലിയ സമ്പന്നന്മാർ കൊടുത്തു, ഫറോവയ്ക്ക് കൊടുത്തു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇടങ്ങേറാക്കിയ ഫറോവ, മാഷിത്ത റളിയല്ലാഹു തആല അൻഹയെ ഇടങ്ങേറാക്കിയ ഫറോവ, സ്വന്തം ഭാര്യയായ ആസിയ റളിയല്ലാഹു തആല അൻഹയെ പരസ്യമായി നടുറോഡിലിട്ട്
വിവസ്ത്രയാക്കി വലിയ വലിയ കരിങ്കല്ലുകൾ എടുത്ത് നെഞ്ചിൽ വെച്ച് വിഷസർപ്പങ്ങൾ അവളുടെ ശരീരത്തിലേക്ക് ഇട്ട് അവരെ മാരകമായി പീഡിപ്പിച്ച് കുന്തം കൊണ്ട് ഗുഹ്യാവയവങ്ങളിൽ കുത്തിക്കയറ്റി ബഹുമാനപ്പെട്ട ആസിയ റളിയല്ലാഹു തആലായെ നിഷ്ഠൂരമായി ഈ ലോകത്ത് നിന്ന് കൊന്ന ആളാണ് ഫറോവ. 400 വർഷം ഈ ലോകത്ത് ജീവിച്ചു. വല്ലാഹി ഒരു മൂക്കുപനി പോലും അയാൾക്ക് വന്നിട്ടില്ല. മൂക്കുപനി പോലും അയാൾക്ക് വന്നിട്ടില്ല. ഒരു തുമ്മൽ വന്നിട്ടില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലെ ഗ്ലാസ് ഉണ്ടല്ലോ, 400 വർഷമായി അദ്ദേഹം ഉപയോഗിക്കുന്ന കൊട്ടാരത്തിലെ ഗ്ലാസ് ഒരെണ്ണം പോലും താഴെ വീണ് പൊട്ടിയിട്ടില്ല. എന്നാൽ മൂസാ നബി പട്ടിണി കിടന്നു. മൂസാ നബിയുടെ അനുയായികൾ ഇടങ്ങേറായി, അവരുടെ കുടുംബം പ്രശ്നങ്ങളായി, നാട് പ്രശ്നങ്ങളായി, എന്തൊരു ത്യാഗം, പരീക്ഷണങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മൂസാ നബിയോട് ഇഷ്ടമില്ലായിരുന്നു, ഫിർഔനിനോടായിരുന്നു ഇഷ്ടമെന്ന്? ആരെങ്കിലും പറയോ? പറയോ അബീബേ? പറയോ ആരെങ്കിലും? സംശയമുണ്ട് ചിലപ്പോ. കാരണം ഇന്നെല്ലാം ഫിറോവന്മാരല്ലേ. ആർക്കെങ്കിലും പറയാൻ അവകാശമുണ്ടോ? ഇല്ല, പറയൂല. എന്നാ ഫിറഔൻ ആരാണെന്നറിയോ? ഫിറഔനിൽ 2 ഗുണമുണ്ടായിരുന്നു. ഫിറഔനിൽ 2 ഗുണമുണ്ടായിരുന്നു. ഒന്ന്, കണങ്കാലിന് മുകളിലെ വസ്ത്രം ഉടുക്കുകയുള്ളൂ ഫിറഔൻ. 2, നിലത്ത് വീണ ഭക്ഷണം എടുത്ത് കഴിക്കും. ഈ 2 ഗുണം ഫിറഔന്റെ ഗുണമാണ്. നമ്മൾ സ്വീകരിക്കുമോ? നിലത്ത് വീണ ഭക്ഷണം ഫിറഔൻ എടുത്ത് തിന്നും, കണങ്കാലിന് മുകളിലെ വസ്ത്രം ധരിക്കുമായിരുന്നുള്ളൂ. ഈ 2 ഗുണമുണ്ടായിരുന്നു. ബാക്കിയെല്ലാം അവനിലുള്ളത് ദുർഗുണങ്ങളായിരുന്നു. 400 വർഷം ഫിറഔൻ ഈ ലോകത്ത് ജീവിച്ചു. ഒരു കൊറോണയും വന്നില്ല, ഒരു ഒമിക്രോണും വന്നില്ല, ഒരു തുമ്മൽ പോലും വന്നിട്ടില്ല. നമ്മൾ പറയുമോ സുഹൃത്തെ അള്ളാഹുവിനോട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു? എന്നാലോ മരിക്കാറായപ്പോ ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാന്റെ തർത്തീബ് ഇതാ വരികയാണ്. മൂസ, നിന്റെ അനുയായികളെ കൂട്ടി നീ ഹിജ്റ പോകണേ. ആ കാണുന്ന സമുദ്രത്തെ കീറി മുറിച്ചുകൊണ്ട് പോയിക്കോ. എങ്ങനെ പോകും പടച്ചവനെ? നിന്റെ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് നീ അടിച്ചോ. അങ്ങനെ അതാ ബഹുമാനപ്പെട്ട മൂസയും അനുയായികളും കടന്നു പോവുകയാ. ആ ഹൈവേ സ്പീഡിലൂടെ ബഹുമാനപ്പെട്ട മൂസ നബിയെ പിൻപറ്റിക്കൊണ്ട് ഫറോവയും കിങ്കരന്മാരും കടന്നു വന്നപ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഹൈവേ മുറിച്ചത് അല്ലാഹു കൂട്ടിച്ചേർക്കുകയായി. ആ സമയത്ത് ഫറോവ പറഞ്ഞ ഒരു വാക്കുണ്ട്, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ അന റബ്ബുകുമുൽ അഅ്ലാ. ഉന്നതനായ ദൈവം ഞാനാണെന്ന് പറഞ്ഞു വാദിച്ചു നടന്ന ഫറോവ ചാവാറടുത്തപ്പോ അവൻ ആ ആഖിറത്തിന്റെ ഭയാനകത കണ്ടപ്പോ, നരകത്തിന്റെ ഗർജനം കണ്ടപ്പോ, ഖബറിന്റെ ഞെരുക്കം അവൻ കണ്ടപ്പോ, ആ മലക്കുൽ മൗത്തിന്റെ ഭീകര രൂപം നേരിൽ കണ്ടപ്പോ ഫറോവ പറഞ്ഞില്ലേ, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനതു ബി ബനൂ ഇസ്രായീൽ വ അന മിനൽ മുസ്ലിമീൻ. ഏ മൂസാ, നീ വിശ്വസിച്ച നിന്റെ അനുയായികളായ അനുയായി വൃത്താന്തമായ ബനൂ ഇസ്രായേലുകൾ വിശ്വസിച്ച ആ നാഥനുണ്ടല്ലോ, ആ ഏകനായ റബ്ബുണ്ടല്ലോ, ആ റബ്ബിൽ ഞാൻ വിശ്വസിക്കുന്നു മൂസാ. വ അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് മൂസാ. എന്നെ ഒന്ന് രക്ഷിക്കണേ മൂസാ. അവസാന സമയം വല്ലാഹി റബ്ബുൽ ഇസ്സ, ഈ ദുനിയാവിലെ എല്ലാ അഹങ്കാരികളും പറയുന്നത്, മുഴുവൻ ശൈത്താന്മാരും പറയും. ഇത് പറയാതെ ഒരൊറ്റൊരുത്തന്റെ റൂഹുള്ള പിടിക്കൂല. ഈ ദുനിയാവിൽ ഞാനാണെല്ലാം, അധികാരമെല്ലാം എൻ്റെ കൈകളിലാണ്, നിന്നെയൊക്കെ അടിച്ചമർത്തി തകർത്തിട്ട് ഞങ്ങൾ ഇവിടെ എല്ലാം ഉണ്ടാക്കിയെടുക്കും എന്നൊക്കെ പറയുന്നവൻ അവനൊക്കെ ചാവാറാവുമ്പോ സത്യ
സത്യം പരിശുദ്ധമായ ശരീഅത്താണ് എന്നവനെ കൊണ്ട് അല്ലാഹ് പറയിപ്പിക്കാതെ ലാ യഖ്റുജു അഹദുകും മിനദ് ദുനിയ ഹത്താ യറാ മഖ്അദഹു മിനൽ ജന്നതി അവന്നാർ. നിന്റെ ഇരിപ്പിട സ്വർഗാണോ നരകാണോ എന്ന് അറിയാതെ ഒരൊറ്റ ഒരുത്തന്റെ റൂഹിനെ അല്ലാഹ് ഇവിടുന്ന് പിടിക്കൂല. ഇത് കാണിച്ചു കൊടുക്കും. അങ്ങനെ കാണിച്ചു ഫറോവയെ. ഫറോവ ഞാൻ മുസ്ലിമാണ്, വാനമിനൽ മുസ്ലിമീൻ, വാനമിനൽ മുസ്ലിമീൻ. മൂസ എന്നെ രക്ഷപ്പെടുത്തും, മൂസ എന്നെ രക്ഷപ്പെടുത്തും. നടന്നോ كيف يهدي الله قوما كفروا بعد إيمانهم وشهدوا أن الرسول حق وجاءهم البينات. എൻ്റെ മുസ്ലിം പെണ്ണുങ്ങളെ, ഒരു ചെറിയ സുഖത്തിന് വേണ്ടി ശരീഅത്ത് കളഞ്ഞിട്ട് സ്വന്തം വാപ്പായ ഉമ്മായെ പോലും അവഗണിച്ചിട്ട് പരിശുദ്ധമായ ദീനിനെ അവഗണിച്ചിട്ട് ഒരു ചെറിയ ദുനിയാവിൻ്റെ സുഖത്തിന് വേണ്ടി നീ ഓടുകയല്ലേ? അല്ലാഹു ചോദിക്കുകയാ, അന്നർ റസൂല ഹഖ്ഖുൻ, അല്ലാഹുവിന്റെ റസൂൽ സത്യമാ, അല്ലാഹ് സത്യമാ, ആഖിറം യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിച്ചവളല്ലേ? എന്നിട്ട് ഇസ്ലാമിനെ പണയപ്പെടുത്തിയിട്ട് ഷിർക്കിനെ കുഫ്റിനെ വിശ്വസിച്ചവളല്ലേ? അല്ലാഹ് ചോദിക്കുകയാ, കൈഫ യഹ്ദില്ലാ, ഇവക്കിനി ഞാൻ എങ്ങനെയാണ് ഹിദായത്ത് കൊടുക്കുക? വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഇവൾ കാണിച്ചത് അഹങ്കാരവും അക്രമവുമാണ് കേട്ടോ. പരിശുദ്ധമായ ദീന് വിറ്റവളാ, ഇനി ഞാൻ അവളെ പരിഗണിക്കില്ല കേട്ടോ. പടച്ചോൻ പറഞ്ഞു കഴിഞ്ഞു. അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. ഈമാൻ കിട്ടി നമ്മളാ, ഈമാൻ കിട്ടി മരിക്കുന്നത് വരെ പിടിച്ചോളി, മുറുക്കെ പിടിച്ചോ. പോയാ പോയി. എന്ത് ത്യാഗം വന്നാൽ ഇത് കളയരുത്. നമുക്ക് നമ്മുടെ ഏറ്റവും ഇവിടെ അല്ല സുഖം ഇവിടെ അല്ല മക്കളെ. അടിപൊളിയാ. ഒരു ദിവസം എന്നെ വിളി, സ്വർഗം പറഞ്ഞുതരാം. ഇപ്പം സമയമില്ല, പറഞ്ഞുതരാം. ഞാൻ കുടുംബജീവിതം പറഞ്ഞു തന്നെ. അപ്പോൾ ആരോ വിളിച്ച് പറഞ്ഞു, ഉസ്താദിന് കടുപ്പം കുറയ്ക്കും. എനിക്കപ്പോൾ അത് കേട്ടോ ദേഷ്യം കയറി. അങ്ങനെ പറയണ്ടല്ല, സെൻസർ ചെയ്ത് തമ്മിൽ കുടുംബം വേണ്ട, കുടുംബത്തിനെ കൊടുക്കുക, അതൊക്കെ വേറെ പറഞ്ഞുതരാം. പച്ചയ്ക്ക് പറയാൻ കേൾക്കാൻ താല്പര്യമുണ്ടോ പറഞ്ഞു തരും. എൻ്റെ വകയിൽ ആയത്തും അതി തോന്നിട്ട് പറയുള്ളൂ. ആ ചർച്ചയില്ലാത്ത ഹദീദില്ലാത്ത ചർച്ച നമുക്കില്ല. കേൾക്കാൻ താല്പര്യമുണ്ടോ? ഇവിടെ ബ്ലൂ ഫിലി ഒന്നുമല്ല ചർച്ച, ഖുർആന്റെ ഹദീസിന്റെ ചർച്ചയാ. അത് പഠിക്കണ്ടേ? അത് പഠിക്കാതെ പിന്നെ ആര് പറഞ്ഞു തരും? ഇത് ആർക്ക് പറഞ്ഞിടും? ജൂതന്മാരെ പിൻപറ്റിയിട്ട് ജൂതന്മാർ കാണിക്കുന്ന പോലെ, ജൂതന്മാർ പറയുന്ന പോലെ നമ്മൾ കേട്ടോണ്ടൊക്കെ കേൾക്കും. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് ഒന്ന് കേട്ടോ. ലാ തഖൂമുസ്സാഅ ഹത്താ തഅഖുദ ഉമ്മത്തി മഅഖദൽ ഉമമി ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഅ. എൻ്റെ ഉമ്മത്ത് യൂറോപ്യൻ സംസ്കാരത്തെ ഇഞ്ചോട് ഇഞ്ച് ചാണോട് ചാൺ പിൻപറ്റപ്പെടാതെ അവരെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ. ലാ തഖൂമുസ്സാഅ, ലോകം അസ്തമിക്കില്ല. ഹത്താ തഅബുദ ഖബായിലു മിൻ ഉമ്മത്തി അൽ ഔസാൻ. അല്ലാഹുവിന്റെ റസൂൽ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ, ഇതാ യാഥാർത്ഥ്യമായി കേട്ടോ. ഹബീബായ തങ്ങൾ എന്താണ് പറഞ്ഞത്? ലോകം അസ്തമിക്കില്ല. ഹത്താ യൽഹിഖ ഫിആമും മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ. എൻ്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം മുശ്രിക്കീങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങളെ ആരാധിക്കപ്പെടുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല കേട്ടോ. മുസ്ലിം സഹോദരിമാരും സഹോദരന്മാരും ബിംബാരാധന നടത്തുന്ന കാലം വരാതെ ലോകം അസ്തമിക്കുകയേ ഇല്ല. ശരിയല്ലേ? ശരിയാണോ അല്ലയോ? നമ്മുടെ സഹോദരിമാരും ബിംബങ്ങളുടെ മുന്നിൽ ആരാധന നടത്തുന്നു. അങ്ങനെ ഒരു കാലം വരാതെ ലോകം അസ്തമിക്കൂല. ദുബായിൽ വലിയ ഒരു അമ്പലം പണിതു, പറഞ്ഞായിരുന്നോ സംഭവം? വല്ല അറിഞ്ഞിരുന്നോ? ഇവിടുത്തെ അമ്പലം വെക്കാൻ സമയമില്ല, ഇനി പിന്നെ ദുബായിൽ അമ്പലം വെക്കാൻ പോകുന്നു. ലോകം അറിയണോപ്പ. അവിടെ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി വെച്ചു, അവരുടെ ദൈവം ഉണ്ടാക്കി വെച്ചു. ആദ്യം പോയി സുജൂദ് ചെയ്താരെന്നറിയാം? അമീറും പെണ്ണും പിള്ളയും. ആരാ പോയി സുജൂദ്? കണ്ടില്ലേ? അല്ല വാട്സപ്പിൽ കണ്ടില്ലേ?
കണ്ടായിരുന്നോ? ആരെങ്കിലും ഒരാളെല്ലാം കണ്ടവരുണ്ടോ? അൽഹംദുലില്ലാ, ശരിയാണ്. ഇല്ലാതെ ഞാൻ ഈ തള്ളു പുട്ടുകുറ്റി ആ പരിപാടി ഇല്ല. എന്താ ഉസ്താദ് പുട്ട് തള്ളുന്ന പോലെ തള്ളേ? സംഭവം ശരിയല്ലേ? അത് കണ്ടതല്ലേ? ആര് ഈ ഹദീദ് എടുത്ത് വെച്ച് നോക്ക്. എന്താ നബി തങ്ങൾ പറഞ്ഞത്? എന്റെ ഉമ്മത്തികൾ ശിർക്ക് വെക്കുന്നവരുമായി കൂട്ടുകൂടാതെ ലോകം അസ്തമിക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാ. അതുകൊണ്ട് അഹ്ലു ബൈത്തായ നബി തങ്ങളുടെ ഭാര്യമാരോട് പോലും അല്ലാഹുവിന്റെ റസൂല് പറയും, നിങ്ങൾ കേട്ടോ, ഓരോ ദിവസവും അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക. പടച്ചവനെ, എൻ്റെ കൽബ് പരിശുദ്ധമായ നിന്റെ ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണേ എന്ന് നിങ്ങൾ ദുആ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഖുർആന്റെ ദുആയുണ്ട്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹ്, നീ ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിന് ശേഷം ഈ ഹിദായത്ത് നീ പറിച്ചെടുക്കല്ല അല്ലാ, ഞങ്ങളിൽ നിന്ന് അടർത്തി കളയല്ല അല്ലാ, നാളെ നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് രക്ഷിക്കണേ അല്ലാ. ഇത് ദുആ അല്ലാഹു പഠിപ്പിച്ചെന്നു. എല്ലാവരും ഈ ദുആ ചെയ്തോണം. എപ്പോഴാ ഈമാൻ പോകുന്നതെന്നറിയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ.